ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് രാവിലെ വെള്ളിയാഴ്ച വീട്ടിൽ രാവിലെ എണീച്ച് പുറമൊക്കെ ഒന്ന് പോയി മുറ്റമൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ. ഇന്നലെ രാത്രി അപ്പത്തിന് ആട്ടി വെച്ച മാവായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് തുറന്ന് നോക്കി. പിന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ച് ഇപ്പോൾ സമയം ഇവിടെ ഒന്നൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ, ചായക്ക് കണക്കിന്. അത് കഴിഞ്ഞ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇന്നലെ കുറുമ വച്ച കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെച്ച് അതിന് ശേഷം അപ്പം ചുട്ടു. അപ്പമൊക്കെ ചുട്ട് എല്ലാം വെച്ചതിന് ശേഷമാണ് എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി. അപ്പം അവർക്കുള്ള ചേട്ടനും മക്കൾക്കുള്ള അപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അപ്പം കിട്ടിയ കേട്ടോ. അപ്പോൾ എൻ്റെ ചാപ്പച്ചട്ടിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. നടുക്ക് വന്നിട്ട് ഇത്തിരി വിട്ട് വരാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് എണ്ണ തടവിയിരുന്നാലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു അപ്പച്ചട്ടി പുതിയത് എനിക്ക് വാങ്ങിക്കണം. അതുവരെ ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു വീണ്ടും ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ചായ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല രാവിലെ നല്ലൊരു ചൂട് ചായ കുടിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ് കൂട്ടുകാരെ. സാധാരണ കട്ടനാണ് ഇടുന്നത് കേട്ടോ, ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ പാൽ ചായ ഇടുള്ളൂ. അങ്ങനെ ചായയൊക്കെ ഞാൻ അരിച്ച് മാറ്റി. അപ്പോൾ ചേട്ടനും ആദ്യത്തേനും എണീറ്റിട്ടുണ്ട്. മൂത്താൾ നല്ല ഉറക്കമാണ് കേട്ടോ, അവന് ഇന്ന് കോളേജിൽ പോകണ്ട. അപ്പോൾ ഞാൻ ചായയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിച്ച് പതപ്പിച്ച് ചേട്ടനും ആദ്യത്തേനും കൊണ്ട് കൊടുത്ത് അവരവിടെ ഇരുന്ന് കുടിക്കണം. അപ്പോൾ ഞാൻ വന്ന് ഇപ്പോൾ പടിയുടെ പുറത്ത് വന്ന് ഇരുന്നിട്ട് ഞാനും ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേശയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്നെ ഒരു കൊതുക് കുത്തി കൂട്ടുകാരെ. ആ കൊതുവിനെ ഞാനേ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ ഇരുന്നിട്ട് ചൂട് ഊതി കുടിക്കുന്ന സമയത്ത് കാറിനകത്തിരുന്ന ഒരു മണമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതെടുത്ത് എന്നെ കൊണ്ടുവന്ന് മണപ്പിച്ച് കാണിച്ച് തന്നപ്പോൾ ആദ്യത്തെ വന്ന് കളി പറഞ്ഞ് തമാശ പറഞ്ഞു. അപ്പോൾ ആദ്യത്തിന് ഞാനൊരു അടി കൊടുത്തപ്പോൾ ആദ്യത്തെ എന്നെ ചെയ്യണത് കണ്ട കൂട്ടുകാരെ. അവന് സ്നേഹമാണ് കേട്ടോ, എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ എന്നെ ഇപ്പോൾ തള്ളിത്തറയിട്ടിട്ട് ഞാൻ പയ്യെ എണീക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയണേണ്, അവൾ എന്തിനു തള്ളിയിടണത്, അവളെ ഉപദ്രവിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയണേണ്. അപ്പോൾ എൻ്റെ കൈയോടെ പിടിച്ച് എന്നെ ഇരുത്തിയപ്പോൾ ഞാൻ വീണ്ടും എണീക്കുകയാണ്. അപ്പോൾ വീണ്ടും എൻ്റെ വയറ്റിട്ട് കിക്കളാക്കും. അപ്പോൾ ഞാൻ ഇവനെ കളിയാക്കും, ഒരെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് ഞാനങ്ങ് പോയ സമയത്ത് എന്നെ എന്തിനറിയാമോ ഇങ്ങനെ സോപ്പിടണത്. ഇന്ന് അവൻ ടൂറ് പോവുകയാണ് കൊടൈക്കനാൽ വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ അത് പോണതിന് മുമ്പ് അതിനുള്ള സംഭവമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലേ, അതിൻ്റെ സ്നേഹപ്രകടനവും സോപ്പും ഒക്കെയാണ് ഇടണത് എന്നെ. അപ്പോൾ അതിൻ്റെ പപ്പയുടെ അടുത്ത് ആ സോപ്പൊന്നും നടക്കൂല. ഇപ്പോൾ വാവച്ചൻ ചേട്ടൻ എന്നും പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടേ പുറത്തോട്ടൊക്കെ പോവുള്ളൂ. ജോലിക്കായിരുന്നാലും വേറെ എന്താവശ്യത്തിന് പോയിരുന്നാലും പ്രാർത്ഥനയൊക്കെ പഠിക്കുക. അപ്പോൾ ഞാൻ വാവച്ചൻ ചേട്ടനെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ. വാവച്ചൻ ചേട്ടൻ്റെ നിന്ന് ഇത്തിരി പൈസ അടിച്ച് മാറ്റണം. അപ്പോൾ ഞാൻ നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നെ വാവച്ചൻ ചേട്ടൻ അവിടെ നിന്ന് കളിയാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഓടി വന്നിട്ട് പറയുകയാണ്, പപ്പേൻ്റെ അടുത്ത് നിന്ന് പൈസ പിടിച്ചു വാങ്ങിക്കാൻ നോക്കണേണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ അവിടെ നിന്നിട്ട് കോക്കറിയൊക്കെ വീണ്ടും കാണിക്കാൻ തുടങ്ങണം. ഇതൊക്കെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അവനെ തള്ളി മാറ്റി പൈസ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കണം. തോനെ പൈസയൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ, ഒരു 100 രൂപയാണ് കേട്ടോ. ഒരു 100 രൂപയ്ക്കാണ് ഞാനിങ്ങനെ വന്ന് നിന്നിട്ട് ചോദിക്കണം. അപ്പോൾ എന്നെ വന്ന് ഒരു ഹഗ്ഗൊക്കെ ചെയ്ത് എനിക്കൊരു കിസ്സൊക്കെ തന്നിട്ട് എനിക്ക് തരും കേട്ടോ, പൈസ തരും കേട്ടോ. കുറച്ച് എന്നെ കളിയൊക്കെ ആക്കിയതിന് ശേഷം എനിക്ക് പൈസയൊക്കെ തരും കേട്ടോ ചോദിക്കണം. ഒരു 100 രൂപ ചോദിച്ചതാണ് ഈ കാണുന്നത് അത്രയും. അപ്പോൾ എനിക്കൊരു 100 രൂപ തന്നെ. അപ്പോൾ ഞാൻ 100 രൂപയുള്ള ഒരു 50 കൊണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കിന്ന് സ്കൂൾ എടുക്കാൻ പോകണം. അപ്പോൾ വണ്ടി നമ്മുടെ ടെമ്പോ അടക്കുന്നത് നമ്മുടെ പള്ളിയുടെ അവിടുത്തെ കുരിശടിയുടെ ആ റോട്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ അവർ ആദിത്യനും ചേട്ടനും കൂടെ ആയിട്ട് അവർ സ്കൂൾ എടുക്കാൻ വേണ്ടി അവരങ്ങ് പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വന്ന് അടുക്കളയിൽ വന്ന് അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചുട്ട് തീർന്നു. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം എനിക്ക് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കിണ്ണത്തപ്പം ഉണ്ടാക്കും കേട്ടോ. അതായത് പാത്രത്തിൽ ഉണ്ടാക്കണ കിണ്ണത്തപ്പം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ഞാൻ തടവിയെടുത്ത് വെള്ളം ചൂടായപ്പോൾ ഞാൻ പാത്രം വെച്ച് കൊടുത്ത് ഇഡലിച്ചെമ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മാവ് ഞാനൊന്ന് ഏലക്കയൊക്കെ പൊടിച്ചിട്ട് മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ കൂട്ടുകാരെ, ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏത്തപ്പഴം കൂടെ ഞാൻ നമ്മളുടെ ഈ പാത്രത്തിൽ വയ്ക്കണ കിണ്ണത്തപ്പത്തിൻ്റെ പുറത്തൂടെ വെച്ചിട്ട്, നമ്മളിവിടെ വട്ടയപ്പമെന്നും പറയും കേട്ടോ ഇതിനാ. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ പഴമൊക്കെ ഇട്ട് അടച്ച് വെച്ച് കൊടുക്കും.
അടച്ചു വെച്ചു കൊടുത്തിട്ട് അത് അവിടെ ഇരുന്ന് ആവണ നേരം കൊണ്ട് എനിക്ക് 2-3 തുണിയൊന്നും അത് വാഷിംഗ് മെഷീനിലിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നനയ്ക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മൂത്തവൻ കിടന്ന് ഉറക്കമല്ലേ ഇവിടെ. അവനെ ഞാൻ വിളിച്ച്, അപ്പോൾ അവൻ എണീറ്റൊന്നുമില്ല, അവൻ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി, പാത്രമല്ലല്ലോ കൂട്ടുകാരെ, തുണിയൊക്കെ കഴുകി മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് വന്നപ്പോൾ നമ്മളുടെ പാത്രത്തിലുണ്ടായി നമ്മുടെ വട്ടയപ്പമൊക്കെ, അതായത് കിണ്ണത്തപ്പമൊക്കെ റെഡി ആയിട്ട് നല്ല അടിപൊളി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയട്ടോ. ഞാൻ കുത്തി നോക്കിയപ്പോൾ നമ്മുടെ പിച്ചാത്തിയുടെ സൈഡിലൊന്നും ഇല്ല. അപ്പോൾ ഞാനത് അവിടെ അടച്ചങ്ങ് മാറ്റി വെച്ച് ഇനി അപ്പോൾ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പാത്രമൊക്കെ ഞാൻ കഴുകി ഒതുക്കി, അവിടെയൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു. തുടച്ചതിന് ശേഷം ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ച് കുളിക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ എനിക്കിപ്പോൾ സ്കൂളിലെത്തണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി തലയൊക്കെ ഒന്ന് തോർത്തിയിട്ട് ഞാൻ അങ്ങ് സ്കൂളിലോട്ടൊക്കെ ഇറങ്ങി. ആ സമയത്തും ഇവിടെ മൂത്താൾ എണീറ്റിട്ടൊന്നും ഇതോ അവിടെ പുതച്ചു മൂടി കിടപ്പുണ്ട്. അവൻ കിടക്കുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ എന്നും. അപ്പോൾ ഞാൻ എൻ്റെ താക്കോലും എടുത്ത് ഞാൻ എൻ്റെ പണിസ്ഥലത്തേക്ക് യാത്രയായി. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കൂട്ടുകാരെ, 2 മയിലും ഒരാണും ഒരു പെണ്ണും. അപ്പോൾ എന്നെ കണ്ടപ്പോൾ 2 പേര് 2 ഓടെയാണ്. ഞാൻ അവരുടെ പുറകെ തന്നെ അങ്ങനെ പോയപ്പോൾ ഒരാൾ മതിലിൽ കയറി, ഒരാൾ അപ്പുറത്തെ സൈഡ് പോയി. എന്നെ കാണുമ്പോൾ ചാടി അപ്പുറത്ത് ഓടിയതാണ് കേട്ടോ. എന്നിട്ട് 2 പേരും കൂടെ ഇപ്പുറത്ത് വന്ന് സംഗമിച്ച്. അപ്പോൾ ഇവിടെയും ഞാൻ എന്നെ കണ്ടതോടെ 2 മയിൽ ഒരാൾ വന്നപ്പോൾ കേട്ടോ. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഒരു മയിൽ വന്നു. അന്ന് ഞാൻ ആ മയിലിന് അരിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാനൊക്കെ കേട്ടോ. ഇന്ന് 2 ആളും എന്നെ കണ്ടപ്പോൾ ഒരാൾ ഒരു ദിശ, ഒരാൾ വേറൊരു ദിശ. പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ പുറകിലോട്ട് പോയി എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ, മയിൽ വന്ന കാര്യം നമ്മുടെ അവിടെ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പെൺമയിലാണ് അന്ന് വന്നത് കേട്ടോ. അന്നപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടപ്പോഴേ എന്നെ കുറേ പേര് കളിയാക്കി കേട്ടോ. ആൺമയിലും പെൺമയിലും തമ്മിൽ തിരിച്ചറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. പക്ഷേ ഇന്ന് എനിക്ക് ആൺമയിലും പെൺമയിലും ഒരുമിച്ച് എനിക്ക് കണ്ടു കിട്ടിയാട്ടാ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ നിന്ന് ഓടി കുറച്ചൊക്കെ എടുത്തേട്ടോ. എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ചൂട്, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി സാധാരണ കണക്ക് വീട്ടിലൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി ഇനി സ്കൂളിൽ വന്നു. ഇനി സ്കൂളിലുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇന്ന് സിമ്പിളാണ് കേട്ടോ. ഇന്ന് ഇഡലിയും ചമ്മന്തിയും പുളിശ്ശേരിയും അവിയലൊക്കെയാണ് ഇന്ന് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ക്ലാസ് എടുക്കും. നാളെയും സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അപ്പോൾ സ്കൂളൊന്നുമില്ല. നാളെ 2 ദിവസം ഇനി റെസ്റ്റ് ഉണ്ട് വീട്ടിൽ കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുത്ത് പുളിശ്ശേരിക്കുള്ളത് പൈനാപ്പിള്. അപ്പോൾ പുളിശ്ശേരി വെക്കണത് നമ്മുടെ പൈനാപ്പിളും വെള്ളരിക്കയും കൂടെ ചേർന്നാണ് കേട്ടോ. പിന്നെ അവിയൽ വെക്കുന്നുണ്ട്. അവിയൽ വെക്കുന്നത് ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മളുടെ പച്ചക്കറിയിലേക്ക് നമ്മുടെ കപ്പയുണ്ടല്ലേ, മരിച്ചിനെയും കൂടെ നീളത്തിന് അരിഞ്ഞിട്ടാണ് ഇന്ന് അവിയൽ വെക്കണത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ ഇങ്ങനെ അവിയൽ വെക്കണത്. അങ്ങനെ എൻ്റെ പുളിശ്ശേരിയും അവിയലും നമ്മളുടെ അച്ചാറും ഒക്കെ റെഡിയായി കുട്ടികൾക്ക് വിളമ്പാൻ വേണ്ടി ഇവിടുത്തെ അപ്പച്ച എടുത്തുകൊണ്ട് പോയി. അപ്പോഴും അടുക്കളയൊന്നും വൃത്തിയാക്കിയിട്ടിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് അടുക്കളയെല്ലാം വൃത്തിയാക്കണം. തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഓരോന്ന് പറക്കി കൊണ്ടുവന്ന് കഴുകാൻ വേണ്ടി തുടങ്ങി. കാരണം ഇന്ന് വന്നില്ല. ആദ്യത്തെ വൈകുന്നേരം ടൂറ് പോണതുകൊണ്ട് ആദ്യത്തെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങ് പോണേണ്. അപ്പോൾ എല്ലാം അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ ആൾക്കാർ കുഴപ്പമില്ലാതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒരു 400 പേരൊക്കെ കാണുമ്പോഴേ ഒരു 100 ലൈക്കൊക്കെ കിട്ടണ്ടേ. അപ്പം 100 ലൈക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കൂട്ടുകാരടുത്ത് സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് 10K ആയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പം അതിന് സന്തോഷവും കൂടെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് കേട്ടോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഇനി 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 ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയണേ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങളുടെ ഒരാളായിട്ട് കൂട്ടി ഇണക്കി ചേർത്തതിന്. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടർക്കും ബൈ.